ഹലോ എവരിവൺ. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ഇവിടെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസും അല്ലെങ്കിൽ വർക്കേഴ്സും ആയിട്ടുള്ള ആളുകൾ നമുക്കത് കാണാം. ഇവരൊക്കെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും ഇവിടെ പെർമനന്റ് റെസിഡൻസി സ്വപ്നം കാണുന്ന ആളുകളാണ്. നമുക്കറിയാം, പെർമനന്റ് റെസിഡൻസി കാനഡയിൽ കിട്ടുക എന്ന് പറയുന്നത് ഡേ ബൈ ഡേ അത് കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ അതിൽ കിട്ടണമെങ്കിൽ പലപ്പോഴും നമുക്കൊരു ജോബ് ഓഫർ ഉണ്ടാകേണ്ടി വരും, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സർട്ടൺ കൈൻഡ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും റീസെന്റ് പാസ്റ്റിൽ. ഫോർ എക്സാമ്പിൾ, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഒരാൾ ക്വാളിഫൈഡ് ആകുന്നെങ്കിൽ ലാസ്റ്റ് 3 years 1 year വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റ് ഒരു പ്രോഗ്രാം, ഇവിടെ പ്രയോർ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പെർമനന്റ് റെസിഡന്റ് പാത്വേനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ പാത്വേ ബേസിക്കലി ഒണ്ടാരിയോയിൽ ഉള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ഞാൻ പറയുന്നത്. ഒണ്ടാരിയോയിലുള്ള മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് സ്ട്രീം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം വഴി നമുക്ക് ഒരാൾക്ക് പെർമനന്റ് റെസിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുവേണ്ട റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ പേരിൽ കേൾക്കുന്നത് പോലെ തന്നെ ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒണ്ടാരിയോയിൽ ചെയ്തിട്ടുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന് അവർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റിയാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലുള്ള പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് അതിന് എലിജിബിൾ ആകുക. മിനിമം 1 year എങ്കിലും ഡ്യൂറേഷനുള്ള ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിരിക്കണം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം ചില കുട്ടികൾ പാർട്ട് ടൈം ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആക്ച്വൽ പ്രോഗ്രാമിന്റെ ഒരു ലെങ്ത് ഫുൾ ടൈം ആണെങ്കിൽ അത് 1 year എങ്കിലും മിനിമം ഉള്ള തരത്തിലുള്ള പ്രോഗ്രാം ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഇതിന് ക്വാളിഫൈഡ് ആവുക. ഇനി അത് ചെയ്തു എന്ന് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒണ്ടാരിയോയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് പുറമെ പ്രോഗ്രാം കംപ്ലീഷന് ശേഷം വിതിൻ 2 yearsനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു കണ്ടീഷനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേറെ ചില റിക്വയർഡ് കമ്പോണൻസും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ്, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കാനഡയിൽ 2 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഒന്ന് ഇംഗ്ലീഷും അടുത്ത ഫ്രഞ്ച്. ഇതിൽ നമുക്കൊരു കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ലെവലിൽ 7 ഈക്വലന്റ് ആയിട്ടുള്ള ലാംഗ്വേജിന്റെ ടെസ്റ്റ് സ്കോർ മസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ IELTS അല്ലെങ്കിൽ PT കോർ അല്ലെങ്കിൽ സെൽപിക്, അത് 3 നമ്മൾ പറ്റുന്നത്. ഇനി ഫ്രഞ്ച് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അത് TF അല്ലെങ്കിൽ TCF ആണ് നമുക്ക് പറ്റുന്നത്. ഇതിനകത്തുള്ള സ്കോർ കാർഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അതിന് പുറമെ ഇതിന് വേണ്ട വേറൊരു റിക്വയർമെന്റ്, നമുക്ക് ജോബ് ഓഫർ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു റിക്വയർമെന്റ് സെറ്റിൽമെന്റ് ഫണ്ട്, നമുക്ക് അതിന്റെ പ്രൂഫ് കാണിക്കണം. സെറ്റിൽമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ അപ്ലിക്കന്റിന്റെ ഫാമിലിയുടെ സൈസ് അനുസരിച്ച് ഉള്ള സെറ്റിൽമെന്റ് ഫണ്ടിന്റെ പ്രൂഫാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ കാൻഡിഡേറ്റ് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ്, അവിടെ വർക്ക് പെർമിറ്റ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആളാണ്, റെഗുലർ ഇൻകം ഒണ്ടാരിയോയിൽ ഉള്ള ആളാണെങ്കിൽ ഒരുപക്ഷെ ആ എംപ്ലോയ്മെന്റ് ഇൻകം നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റിന് നമ്മുടെ സെറ്റിൽമെന്റ് ഫണ്ടിന്റെ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതില്ല, എംപ്ലോയ്മെന്റ് ഓൾറെഡി എംപ്ലോയി അല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് വേറെ ഫണ്ടിന്റെ സോഴ്സ് തന്നെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മറ്റു ചില റിക്വയർമെന്റ്സ് ഈ പ്രോഗ്രാമിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മളൊരാൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാസ്റ്റ് 2 years 1 year എങ്കിലും നിങ്ങൾ ഒണ്ടാരിയോയിൽ റിസൈഡ് ചെയ്യുന്ന ഒണ്ടാരിയോ റെസിഡന്റ് ആയിട്ടുള്ള ആളായിരിക്കും. റെസിഡന്റ് ആയിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ നിങ്ങളോട് ഫിസിക്കലി റിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് പുറമെ when you are submitting the application, either you have to be a resident in Ontario or you could be like outside of Canada. That is fine. പക്ഷെ നിങ്ങൾ അവിടുത്തെ റെസിഡന്റ് ആണെങ്കിൽ you have to have a legal status in Canada, either a work permit, study permit or visitor record, any temporary resident status, that is good. അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വേറെ ചില റിക്വയർമെന്റ്സ് ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ either you have to have a status in Canada, whether you're a worker, visitor or student. You have to have a status in Canada. You should be residing in Ontario at least for 1 year period in past 2 years. You have to have an intention to live in Ontario. Either you should be living in Ontario or you should be living outside of Canada. ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ
ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം വഴി നമുക്ക് കാനഡയിൽ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആവും. ഹോപ്പ് ദിസ് ഹെൽപ്സ് ഫോർ യു.